നമസ്കാരം. ചാണ്ടി ഉമ്മൻ MLA ആണ് ഇത്തവണത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി ഒരുങ്ങുകയാണ് കേരളം. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ വിടവ് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ആ വിടവ് എന്നും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കാണുന്ന ഒരു വിടവ്. അത് ഇനിയിപ്പോൾ നികത്താൻ സാധ്യമല്ലല്ലോ, ആരായാലും സാധ്യമല്ല. പക്ഷേ ഒരു എന്താ പറയുക, അദ്ദേഹം ആ വിടവുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഇന്നും ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഒരു സ്റ്റൈലാണോ ചാണ്ടി ഉമ്മനും പിന്തുടരുന്നത്? തീർച്ചയായിട്ടും എല്ലാവർക്കും അത്രയും സ്നേഹവും കരുതലും എനിക്ക് തരുന്നുണ്ട്. അതേ വികാരമാണ് അവരോടൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളത്. ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്കുള്ള നമുക്കുള്ള എല്ലാം ഉള്ള ഊർജ്ജം. ജനങ്ങളില്ലെങ്കിൽ രാഷ്ട്രീയമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എപ്പോഴും ഇങ്ങനെ ഊർജ്ജസ്വലനായി നടന്നുകൊണ്ടേയിരിക്കുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ചാണ്ടി ഉമ്മനെ മനസ്സിലാക്കുന്നത്. VD സതീശൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പോലെയുള്ളൊരു നേതാവാണ് ഞങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. കാരണം അദ്ദേഹം ഇത്രയും ഊർജ്ജസ്വലനായി നിൽക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ നിൽക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതുതലമുറയ്ക്ക് ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു ഭാരമാകുമോ? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ ഡ്യൂട്ടി ഞാൻ എൻ്റെ കഴിവിനപ്പുറം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് വിശ്വാസമാണ് ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എന്നെ വലിയൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചത്. കഴിഞ്ഞ 3-4 ദിവസം ഞങ്ങളൊരു പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഊർജ്ജം ചെറുതല്ല. കാരണം ഞങ്ങളവിടെ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ജാതി അങ്ങനെ ഒന്നും നോക്കാതെ ആ നാട് മുഴുവൻ ഒന്നിച്ചു വന്ന് നടത്തിയ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരും അത് തന്നെ തുടരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊരു ഭാരമായിട്ട് അവരെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പുതുപ്പള്ളി ഫെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ വലിയ വിവാദം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. തമിഴ്നാട് സ്റ്റൈലാണ്, സാരി കൊടുത്ത് വോട്ട് മേടിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഉയർന്ന ആരോപണം. എന്താണ് അങ്ങനെ ഒരു സ്റ്റൈൽ? ഒന്നും പറയാനില്ല. എല്ലാ വിവാദവും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം ചിലർ ഇത് പല MLA കൊടുത്തിട്ടില്ലേ? എനിക്കറിയാവുന്ന 2 MLA പ്രതിപക്ഷത്തെ ഒരാളും ഭരണപക്ഷത്തെ ഒരാളും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അവിടെ വിവാദമില്ലാത്തപ്പോൾ ഇവിടെ മാത്രം വിവാദം അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. പക്ഷേ എൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരെ ഒരു ഉത്തരവും ഞാൻ പറയുന്നില്ല. വിജിലൻസ് ഇരിക്കട്ടെ, അന്വേഷിക്കുന്നേ. വിജിലൻസ് കയറിയിരിക്കുകയല്ലേ, അതും ഇല്ലാതായോ? അന്വേഷിക്കട്ടെ. മറുപടി പറഞ്ഞു പോകണ്ടേ? ഒരു മറുപടിയും കൊടുക്കുന്നില്ല. കാരണം അവിടുത്തെ പൊതുസമൂഹം CPM-കാർ കൂടെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് അത് നടത്തിയത്. ഞാനല്ല നടത്തിയത്. ഞാൻ ആ കമ്മിറ്റിയിലേ ഇല്ല. ഞാൻ രക്ഷാധികാരി പോലും അല്ല. CPM BJP-കാരടങ്ങുന്ന കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി CPM-കാരും പരിപാടി വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഞാനതിന് മറുപടി പറയുന്നുണ്ട്. ഓരോ ദിവസവും വാർത്തകൾ നിറയുകയാണ്. പ്രതിഷേധക്കാർ വീടിന് മുന്നിലേക്ക് എത്തുമ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിക്കുന്ന MLA ആയി ഒക്കെ ചാണ്ടി ഉമ്മൻ മാറുകയാണ്. എന്താണ് അങ്ങനെ ഒരു പ്രതിഷേധത്തെ അങ്ങനെ നേരിടാമെന്നൊരു തീരുമാനം? അല്ല, അങ്ങനെ പ്രതിഷേധത്തെ നേരിട്ടൊന്നുമല്ല. എൻ്റെ നാട്ടുകാരാണ് അവർ. അപ്പോൾ അവർ BJP-കാരാണെന്ന് പറഞ്ഞ് എനിക്ക് അവരോടൊരു ശത്രുതയില്ല. എൻ്റെ നാട്ടുകാരാണ്. അവർക്ക് കൈ കൊടുത്ത് എന്താ പറ്റുക? BJP-കാരാണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മാറ്റി നിർത്താൻ പാടുണ്ടോ? അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്കാരെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താൻ പാടുണ്ടോ? അവർക്കൊരു കൈ കൊടുത്തതിന് ഇത്ര വിവാദമാക്കുകയോ അവരെ പുച്ഛിച്ചോ ഒന്നുമല്ല. എൻ്റെ നാട്ടിലൊരു സംസ്കാരമൊക്കെ ഞാൻ കേട്ടുള്ളൂ. എൻ്റെ ഫാദറിനെ ഇതേപോലെ പണ്ട് CPM-കാർ സെക്രട്ടേറിയറ്റ് വളയാൻ വന്ന പോലെ തന്നെ അന്ന് പുതുപ്പള്ളി വളയാൻ വന്നു. അതിനുശേഷം അവർ കപ്പയും ബീഫും ഒക്കെ കഴിച്ചിട്ടാണ് പോയത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അങ്ങനൊരു മനസ്സാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്കൊരു ആരോടും ഒരു ശത്രുതയില്ല. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു, അവർ പ്രകടനം നടത്തി, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, അവർ പോകുന്നു. അതിനകത്ത് ഇപ്പോൾ എന്താ തെറ്റ്? കൈ കൊടുത്തെന്ന് പറഞ്ഞു. അത് മാധ്യമങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ അച്ഛൻ്റെ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള തന്ത്രങ്ങൾ അനുകരിക്കുകയാണോ, അതോ അത് ഒരു മാതൃകയായി ഉൾക്കൊണ്ട് ആ രീതിയിൽ പോവുകയാണോ? അത് എനിക്കിപ്പോൾ അതിനകത്ത് എന്താ, ഞാൻ എൻ്റെ അച്ഛനെ മാതൃകയാക്കുക, പിന്നെ ആരെ മാതൃകയാക്കുക? ഒരു തെറ്റുമില്ല. അനുകരിച്ചാലും മാതൃകയാക്കിയാലും ഒരേപോലെ. പക്ഷേ പ്രതിഷേധക്കാരെ സാധാരണ അങ്ങനെ നേരിടുന്നതല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രതിഷേധക്കാരെ കണ്ട അപ്പം കഴുത്ത് വിളിക്കുന്നു പറയണം, അപ്പം അവരെ ജയിലിലടക്കണം, അവർ മാസങ്ങളോളം ജയിലിൽ കിടക്കണം, കരിങ്കുടി ഓടിച്ചെന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കണമെന്ന് അത് എനിക്ക് സമീപനം ഞാനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ ഫാദറിൻ്റെ ഞാനെന്താണോ ചെറുപ്പം മുതൽ കണ്ടുപിടിക്കുന്നത് അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ മിനിസ്റ്റർ മടങ്ങാൻ ഉദ്ദേശിച്ച് വരുമ്പോൾ പ്രകടനം നടത്തിയതാണല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അതിൽ ആ പ്രതിഷേധ മാർഗം തെറ്റായിരുന്നു, അല്ലെങ്കിൽ അത്രയും വേണ്ടിയിരുന്നില്ല. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞപ്പം ആ പ്രതിഷേധ മാർഗം ശരിയായിരുന്നു.
ശരിയാണെന്ന് ആരും പറഞ്ഞിരുന്നില്ല. അല്ല ഇപ്പം ഒരു ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല, ഒരു പ്രതിഷേധം നടത്തിയെന്നല്ല. എന്താ സംഭവിച്ചത്? മിനിസ്റ്റർ വാഹനത്തിൽ പോകുമ്പോൾ അന്ന് തന്നെ 4-5 ഇടത്ത് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു, പലയിടങ്ങളിൽ കണ്ടു. അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏത് ഒഴിവാക്കാമായിരുന്നു, മിനിസ്റ്ററുടെ അടുത്തേക്ക് വരെ ആളുകൾ എത്തുന്നത് ഒഴിവാക്കാമായിരുന്നു എന്ന ഒരു കാര്യം പോലും ചാണ്ടി ഉമ്മൻ കരുതുന്നില്ല. എന്താണ് അതിനകത്ത് ഒഴിവാക്കാനുള്ളത്? ഇതിനു മുമ്പ് കെ വി തോമസ് പറഞ്ഞ മന്ത്രി UDF-ലുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറി കരിയോലി ചോദിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞതിന് കുഴപ്പമില്ലായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ മന്ത്രി അദ്ദേഹത്തെ വഴി നീളെ ആക്രമിക്കുകയും വഴി നീളെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ 2004 കുഴപ്പമില്ലായിരുന്നു. അവിടെ ഒരു അക്രമം നടന്നെങ്കിൽ ഞാൻ തെറ്റാന്ന് പറഞ്ഞേനെ. അവിടെ അവരെ ആക്രമിക്കുകയോ വ്യക്തിപരമായി ആക്രമിക്കുകയോ അവരെ കല്ലെറിയുകയോ അവർക്കെതിരെ എന്തെങ്കിലും വളരെ മോശമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അവിടെ അങ്ങനെ നടന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ മിനിസ്റ്റർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഡ്മിറ്റ് ആകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരെ നടി, അഭിനയം എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള വ്യക്തിഹത്യ നടന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ പരാമർശങ്ങൾ. അതല്ല, കാരണം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല കാര്യം എന്താണ്. അവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അവരെ തൊടുന്ന ഒരു ഇൻസ്റ്റൻസ് പോലും അവിടെ കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ, ഉമ്മൻചാണ്ടിയോട് ഒരു പ്രതികരണം തേടിയാൽ എന്തായാലും അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, K സുധാകരനാകട്ടെ, സണ്ണി ജോസഫ് ആകട്ടെ, എല്ലാവരും ഈ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള വ്യക്തിഹത്യ എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് സ്വാഭാവികമുള്ള സംശയം പറഞ്ഞവർ, സ്വാഭാവികമുള്ള സംശയമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഒരു കരിങ്കൊടി കാണിച്ചപ്പോൾ കഴുത്തിന് വേദന വന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമല്ലേ? അപ്പോൾ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഒരു മാതൃകയല്ലേ? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ കാര്യമല്ലോ നമ്മൾ സംസാരിക്കുന്നത് വീണ ജോർജ്. അദ്ദേഹമാണെങ്കിൽ എന്തായാലും ഇങ്ങനെ പറയില്ല. എന്ത് പറയില്ല? അഭിനയമാണെന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നുണ്ടാവില്ല. ഇതിനകത്ത് ആ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്ന് ഉത്തരം മനസ്സിലല്ല തരേണ്ടത്, ഞങ്ങളവിടെ തരേണ്ടത്. എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചു? കൂടെ നിൽക്കുന്നവർ ആരെങ്കിലും കഴുത്തിന് പിടിച്ച് വലിച്ചോ? അത് ചോദ്യമല്ലേ. ഒരാളുടെ കൈ അവിടെ പിടിക്കുന്നുണ്ട്, അത് കൂടുതൽ പോലീസുകാരനാവും ചിലപ്പോൾ. ചോദിക്കുകയല്ലോ ചെയ്തത്, പക്ഷെ അഭിനയം എന്ന് പറഞ്ഞ അവരെ വ്യക്തിഹത്യ അല്ല, അതിനകത്ത് സംശയങ്ങൾ വരുമല്ലേ. കാരണം കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ കഴുത്തിന് വേന വരുന്നത് എങ്ങനെയാ? ഓരോരുത്തരും ഓരോ ശൈലിയിലായിരിക്കും ചോദിക്കുന്നത്. എന്തുകൊണ്ട് കഴുത്തിന് വേന വന്നു എന്ന് ചോദിക്കുന്നേ ഉള്ളൂ, സിമ്പിളായിട്ട്. അതിനുത്തരവരുത്ത് നിന്നിട്ടുണ്ടോ? സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല, പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പുതുപ്പള്ളിയിൽ ആ രീതിയിൽ ചാണ്ടി ഉമ്മൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രചരണമായിട്ടൊന്നും നമ്മൾ നമ്മുടെ ഫംഗ്ഷൻസും പരിപാടികളുമായിട്ട് അറ്റൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേക പ്രചരണമായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ, അതായത് എൻ്റെ ദൈനംദിനമായിട്ടുള്ള ജനങ്ങളുമായുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിപാടികൾ പങ്കെടുക്കുന്നു. അത് ഇന്നത്തെ പോലെ തുടരുന്നു. കാരണം ഇലക്ഷൻ താമസിക്കുമെന്നും ഇലക്ഷൻ പ്രഖ്യാപനം വരാതെ നമുക്ക് ഒരു പ്രചരണം തുടങ്ങുന്നത് ശരിയല്ലല്ലോ. 37,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിലും വലിയ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾ തീരുമാനിക്കുന്നത്. എൻ്റെ പെർഫോമൻസും എൻ്റെ പ്രവർത്തനവും, ഞങ്ങളുടെ ഈ 11,000-ൽ പരം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ഡലത്തിൽ 5,000 പേര് മരിച്ചിട്ടുണ്ട്, 5,000-ലേറെ പേര് മരിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഫാക്ടേഴ്സാണ്. പിന്നെ ജനങ്ങൾ തീരുമാനിക്കും എന്താണോ എന്നുള്ളത്. ഇത്തവണ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മൻ അല്ലാണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകുമോ? അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനൊരു ചോദ്യം ഇപ്പോൾ റൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. സാധ്യതകൾ അങ്ങനെ പ്രചരിക്കുന്നു. ചോദ്യം ഇപ്പം അങ്ങനെയില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. ചോദ്യം എന്നോട് പാർട്ടി ചോദിക്കും, അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് ചാണ്ടി ഉമ്മൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം വരട്ടെ, അപ്പോൾ ഞാൻ മറുപടി കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതാണ് കേരള സമൂഹത്തിന് അറിയാവുന്നത്. അത് ചാണ്ടി ഉമ്മൻ്റെ പോലും അവസരങ്ങൾ ചില സമയം ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ച സമയങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട്, പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹമാണ് ശരി. അതേ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. ഈ കാര്യങ്ങൾ വീട്ടിൽ സംസാര വിഷയമാകാറുണ്ടോ? അത് ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ചർച്ച വരുമ്പോൾ അപ്പോൾ ആലോചിക്കുക. CPM-ൽ ഇത്തവണ കുടുംബാധിപത്യം ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കണ്ണൂർ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. അവരെ ഇഷ്ടമുള്ളവരെ തീരുമാനിക്കട്ടെ.
അവരിഷ്ടമുള്ളവർ തീരുമാനിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം അവരുടെ രീതി അങ്ങനെ, അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കാം, ആര് മത്സരിച്ചാലും അവരൊരു ന്യായീകരണം കൊണ്ടുവരും. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും മത്സരിച്ചാലേ പ്രശ്നം വരുന്നുള്ളൂ. ആര് വേണം മത്സരിപ്പിച്ചാൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അവരുടെ പാർട്ടിയിൽ ഇൻറ്റേർണൽ മാറ്ററാണ്, അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കുക. ഞാൻ ഫുൾ ഫ്രീഡം ഞാൻ എന്നെ തന്നെ കൊടുക്കുക അവർക്ക്. കാരണം ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. അവിടെ എതിർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതിരിക്കണം, അങ്ങനെ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അത്? അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെന്നേ, അവരുടെ പാർട്ടിയല്ലേ. അവരുടെ പാർട്ടിക്ക് ഓരോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതേ കാര്യം മറ്റൊരു പാർട്ടിക്കാർ ചെയ്താൽ അതിന് ന്യായീകരണമായിട്ട് വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും എന്തായാലും ചാണ്ടി ഉമ്മൻ തള്ളിക്കളയുന്നില്ല. ഏതിനുള്ള സാധ്യത? ഒരാൾ കൂടി വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നമ്മളെന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? CPM-ന്റെ കാര്യമല്ലേ പറഞ്ഞത്? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കുക. അവരുടെ പാർട്ടി സെക്രട്ടറിയോ അവരുടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നോ ആർക്ക് വേണം മത്സരിപ്പിച്ചുകൂടെ? അവർക്ക് ഈസി ആയിട്ട് ജയിക്കാവുന്ന സ്ഥലങ്ങൾ. ഓക്കെ, CPM മത്സരിപ്പിച്ചോട്ടെ. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യത ചാണ്ടി ഉമ്മൻ തള്ളുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞ പോലെ 6 എത്തിയിട്ട് പാലം അന്വേഷിക്കുന്നില്ല. 6 എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. നോ ഇല്ല അപ്പോഴും. ഓക്കെ, ഇപ്പോൾ മണ്ഡലത്തിൽ പല ഫങ്ഷൻസിനും എത്തുന്ന ചാണ്ടി ഉമ്മൻ MLA കാണുകയാണ്. ഭജൻസിനൊപ്പം നൃത്തം ചെയ്യുന്ന ചാണ്ടി ഉമ്മനെയൊക്കെ കാണുകയാണ്. നൃത്തം ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഞാൻ സ്കൂൾ ഡേയ്സിൽ ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. എൻ്റെ 5, 6, 7 ക്ലാസ്സുകളിൽ 3 വർഷങ്ങളായിട്ട് സ്കൂൾ നൃത്തം ചെയ്തിട്ടുണ്ട്. അത് ആ വൈബിനകത്ത് എത്തുമ്പോൾ അങ്ങ് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണോ? അല്ല, ഞാൻ കോളേജിൽ ഡേയ്സ് തൊട്ട് നമ്മൾ പിള്ളേരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുമിച്ച് ഡാൻസ് ഒക്കെ ചെയ്യാം. ആദ്യം ഹെസിറ്റൻ്റ് ആയിരുന്നു, പിന്നെ നമ്മൾ പിന്നെ മിക്സായി. ഇപ്പോഴാണ് ഇത്രയും ഡാൻസ് ചെയ്തത്. പൊതുവെ എങ്ങനെയാണ് അത് ആളുകളുമായി കൂടുതൽ അടുക്കാനുള്ളൊരു അവസരം സൃഷ്ടിക്കുമോ? അത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒത്തിരി പരിചയം നമുക്കുണ്ടാക്കുവാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ നാളെ എൻ്റെ അടുത്ത് വരാനും അവർക്കൊരു മടി ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അവരോടൊപ്പം നിൽക്കാനും ഒക്കെ ഉള്ള അവസരം. മാത്രമല്ല പല ക്ഷേത്രങ്ങൾ, ഏറ്റവും ഒടുവിൽ ഞാൻ ചാണ്ടി ഉമ്മനെ കാണുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോഴാണ്. അപ്പോൾ മണ്ഡലത്തിലാകട്ടെ പുറത്താകട്ടെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും പല ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ചാണ്ടി ഉമ്മൻ്റെ പ്രസൻസ് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ആരാധനാലയങ്ങളിൽ കേന്ദ്രീകരിച്ച് ചാണ്ടി ഉമ്മൻ എത്തുന്നത്? അത് ബോധപൂർവമാണോ? അല്ല, ഞാൻ എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ഹാബിറ്റാണ്. ഇപ്പം പ്രത്യേകിച്ച് ഒരു 7-8 വർഷമായി ഞാൻ എല്ലാ അമ്പലങ്ങളും പോകാറുണ്ട്. ചെറുപ്പം തൊട്ട് ഞാൻ പള്ളിയിൽ വളരെ റെഗുലറായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഒരു 2018 തൊട്ട് ഞാൻ എല്ലാ ദേവാലയങ്ങളും സന്ദർശിക്കും. പരമാവധി സന്ദർശിക്കും. ഞാൻ ഗുരുദ്വാരയും പോകാറുണ്ട്, സാധിക്കുമെങ്കിൽ പോകും. അങ്ങനെ എനിക്കൊരു ഇതുള്ളതാണ്. ജാതി മതഭേദങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് അതുകൊണ്ടൊക്കെ ചാണ്ടി ഉമ്മന് ലഭിക്കുന്നുണ്ടോ? അല്ല, അതും അക്സെപ്റ്റൻസും ഇതുമായിട്ട് ബന്ധമില്ല. ഞാനന്ന് ഇലക്ട്രൽ പൊളിറ്റിക്സിലില്ലല്ലോ. ഞാൻ 3 വർഷമായിട്ടല്ലേ MLA ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കൊരു കാഴ്ചപ്പാടിൻ്റെ ഇതാണെന്ന് പറയാം. പുതുപ്പള്ളിയിലല്ലാണ്ട് മണ്ഡലത്തിന് പുറത്തും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമാകുമോ ചാണ്ടി ഉമ്മൻ? അല്ലാതെ പാർട്ടി തീരുമാനിക്കും. നിലമ്പൂരിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുമ്പോൾ പോലും ഈ പാലക്കാട് അങ്ങനെ ഒരു സാഹചര്യവും സാധ്യതയും ചാണ്ടി ഉമ്മന് ലഭിച്ചിരുന്നില്ല. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. ചാണ്ടി ഉമ്മന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നില്ല എന്നത്. എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പിന്നീട് പരിശോധന മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അന്ന് എനിക്ക് പാർട്ടി ഒരു റെസ്പോൺസിബിലിറ്റി തന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചില്ല. ഞാൻ വയനാട് 12 ദിവസം അവിടെ നിന്ന് പ്രവർത്തിച്ചു. അപ്പോഴും പാലക്കാട് ഒരു ദിവസം പോയി, ചേലക്കര ഒരു ദിവസം പോയി. എൻഡിങ് ഡേ ഞാൻ ചേലക്കരയായിരുന്നു. ഇപ്പം ഇവിടെ നിലമ്പൂരിൽ എനിക്കൊരു ബൂത്തിൻ്റെ ചാർജ് വന്നു. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തു. അപ്പം പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അനുസരിച്ച് പോകാനാണ് എനിക്ക് താല്പര്യം. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള അകൽച്ച അതിനൊരു കാരണമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അന്ന് ഒരു ഇഷ്യൂ ഇല്ല. രാഹുലുമായി നല്ല അടുപ്പത്തിലല്ല ചാണ്ടി ഉമ്മൻ എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തുമ്പോൾ അവിടെ എത്താതിരിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്കിപ്പോൾ എല്ലാവരും വരുമ്പോൾ എല്ലാ സമയത്തും എല്ലാ നേരത്തെ എൻ്റെ ഫാദറിൻ്റെ കല്ലറയെടുത്ത് നിൽക്കാൻ പറ്റും. എനിക്കെൻ്റെ ഉത്തരവാദിത്വമില്ലേ? എൻ്റെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യരുത്. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം 37,000-ൽ പരം വോട്ടുകൾക്ക് എന്നെ ജനത ഏൽപ്പിച്ച ഉത്തരവാദിത്വം പുതുപ്പള്ളിയുടെ വികസനമാണ്. എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അജണ്ട പുതുപ്പള്ളിയുടെ വികസനമാണ്. ഇപ്പോഴും CSRൻ്റെ ഒരു ഫംഗ്ഷന് ഞാൻ പോയ ദിവസമാണ് രാഹുൽ വരുന്നത്. അപ്പോൾ എനിക്ക് ആ പരിപാടി വിട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ?
ഞാനത് എൻ്റെ സമയം അനുസരിച്ച് വന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ അവിടെ കണ്ടേനെ. പക്ഷേ എനിക്ക് എൻ്റെ പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ മറ്റൊരു പ്രയോറിറ്റി, കാരണം ഞാൻ പറയും ഞാനത് സ്വാഗതം ചെയ്തുകൊണ്ട് മെസ്സേജൊക്കെ ഇട്ടതാണ്. അല്ല എല്ലാ സമയത്തും എല്ലാവരും വരുമ്പോൾ ഞാൻ കാണത്തുമില്ല. ചിലരൊക്കെ വന്നു പോകുമ്പോൾ ഞാൻ കയറിപ്പോയിക്കോളാൻ പറയും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവരുമായിട്ടുള്ള പ്രശ്നം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ മണ്ഡലത്തിലെ പ്രയോറിറ്റി കഴിഞ്ഞിട്ട് എനിക്ക് മറ്റു സ്ഥലം പറ്റുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. ഇല്ല, അദ്ദേഹം പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇതിൻ്റെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആണോ ചാണ്ടി ഉമ്മനെ രാഹുൾ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റിയ ഘടകം? അല്ല, അതും ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനൊന്നും അതൊന്നും അറിവില്ലല്ലോ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി 2 സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ലാതെ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതിൻ്റെ ഇതുമായിട്ടൊന്നും കണക്റ്റഡ് അല്ല. അപ്പോൾ ആ ഇഷ്യൂസ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് അത് രാഹുലുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. രാഹുലുമായിട്ടോ ഷാഫിയായിട്ടോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അത് എൻ്റെ ഫാദറിനോടൊപ്പം ഉള്ളവരോടുള്ള മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനാണ്. അത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് അതിനു മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയിരുന്നു. ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ വിഷയത്തിൽ ശരി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നില്ല നിർദ്ദേശിച്ചത് മറ്റ് JS അഖിലിനെ ആയിരുന്നു. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് താങ്കൾ കരുതുന്നു? ഞാൻ അതിനകത്തൊന്നും കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഈ അകൽച്ചയുടെ പ്രധാന കാരണം. ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിരുന്നു, അത്രേ പറയുള്ളൂ. ഞാൻ ഫർദർ കമൻ്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ വെള്ളം ഒഴുകിപ്പോയി, ഇനി അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ആ ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞാൻ ഫർദർ കമൻറ്റ് ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് പല മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പത്തനാപുരത്തെത്തി ഗണേഷ് കുമാറിനെതിരായ ഒരു പരാമർശം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. ആ വിഷയത്തിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു. അങ്ങനെ ഒരു സമയവും സാഹചര്യവും ബോധപൂർവം തെരഞ്ഞെടുത്തതാണോ? പത്തനാപുരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഇലക്ഷൻ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ഇലക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിന് മുമ്പ് ഞാൻ പ്രചരണം നടത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ. എത്രയോ വർഷമായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ്. അതേപോലെ ഉള്ളത് ഞാനിതിനു മുമ്പ് ഇത് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇച്ചൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തി, ആ മാത്രമേ ഉള്ളൂ. കാരണം ഗണേശൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫാദറിൻ്റെ എൽഡർ ബ്രദറായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരാളാണ് പുള്ളി സാർ. അദ്ദേഹത്തിൻ്റെ അമ്മയും അതേപോലെ എൻ്റെ മദറുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ഗണേശനെയും ഞാൻ എന്താ പറയുക, ഒരു ഹൈ റിഗാർഡിൽ വെച്ചിരുന്നതാണ്. ഞങ്ങളൊരു NDUCയുടെ ഒക്കെ ഒരു പ്രശ്നം അദ്ദേഹമായിട്ട് ഞാൻ ടേക്കപ്പ് ചെയ്തു, അതൊക്കെ ചെയ്തായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു. ഇത്രയും അടുപ്പം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതേപോലൊരു കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിയമം പ്രൂവ് ചെയ്യട്ടെന്നേ ഞാൻ അതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നില്ല. ബാക്കിയൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, ഒരാളും ജഡ്ജ് ചെയ്യുന്നില്ല. ശ്രീ ഗണേഷ് കുമാർ അടക്കം ആരെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തരേണ്ട നിയമമാണ്, നിയമം പറയട്ടെ. ഗണേഷ് കുമാർ ശക്തമായ ഭാഷയിലാണ് അതിനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബത്തെയും ആകെ നശിപ്പിച്ച വ്യക്തിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ജനങ്ങളും കാണുന്നുണ്ടല്ലോ. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ജനങ്ങൾ കാണുന്നുണ്ട്. ആ വിവാദം അവിടെ അവസാനിപ്പിക്കാനാണോ താല്പര്യം? അല്ല, വിവാദമൊന്നുമില്ല. ചില ഫാക്ട്സ് കേരള സമൂഹത്തിന് മുന്നിലുണ്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടാൽ ആ ഉത്തരം അതായിരിക്കില്ല, മനസാക്ഷി പറയുന്ന ഉത്തരം അതായിരിക്കില്ല ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി? അല്ല, അത് കഴിഞ്ഞു. നമുക്കിനി അതിനെക്കുറിച്ചൊരു ടോപ്പിക്കിൻ്റെ ആവശ്യമില്ല, ആ ഡിസ്കഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുമോ? അല്ല, ജനങ്ങളെല്ലാം കാണും, എല്ലാം കാണുന്നുണ്ട്. പത്തനാപുരത്ത് ഗണേഷിനെ ബാധിക്കുമോ? അതിലേക്കൊന്നും ഞാൻ കമൻറ്റ്, ജനങ്ങളല്ലേ കാണുന്നത്, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് മാനസികമായി എങ്ങനെയാണ് ബാധിക്കുക? അല്ല, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ബാധിക്കാനില്ല. ബാധിക്കാനുള്ളത് കഴിഞ്ഞല്ലോ, ബാധിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഒരു കുറ്റബോധം ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്തിനാ എൻ്റെ ഫാദറിനെ ഞാൻ ഇത്ര നാൾ കാത്ത് സംരക്ഷിച്ചതിന് കുറ്റബോധം?
അല്ല, ചികിത്സ സംബന്ധിച്ചുയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ സോളാർ സമയത്ത് നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നിങ്ങൾക്ക് കുറ്റവും തോന്നുന്നുണ്ട്? സോളാർ സമയത്ത് മാധ്യമങ്ങൾ 24 മണിക്കൂറും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കുറ്റവും തോന്നുന്നുണ്ട്? ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കുറ്റവും അന്നത്തെ പ്രതിപക്ഷത്തിന് കുറ്റവുമുണ്ടോ? അവർ തന്നെയല്ലേ ഇന്ന് ഉമ്മൻചാണ്ടിയെ മറയാക്കി എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പറഞ്ഞു നടക്കുന്നു? അവർ തന്നെയല്ലേ. ഇപ്പം ഞാൻ കുറ്റബോധം എനിക്കെന്തിനാ ഉണ്ടാകും? തെറ്റ് ചെയ്യാത്തടത്തോളം ആർക്കാ കുറ്റബോധം? എൻ്റെ മനസ്സാക്ഷി അനുസരിച്ചേ ഞാൻ ചെയ്യത്തുള്ളൂ. എൻ്റെ മനസ്സാക്ഷി എന്താണെന്നോ എൻ്റെ മനസ്സാക്ഷിയുടെ ഉത്തരം എന്താണെന്നോ എനിക്കറിയാം. പക്ഷെ ചികിത്സ എന്നത് മനസാക്ഷി മുൻനിർത്തി ചെയ്യേണ്ടുന്ന കാര്യമല്ലല്ലോ. അത് ഏറ്റവും ഇല്ലാത്ത സാധ്യമായ രോഗത്തിന് ചികിത്സ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് മാത്രമാണോ രോഗം? നിങ്ങൾ പറയുന്നതനുസരിച്ച് രോഗം തീരുമാനിക്കാൻ പറ്റുമോ? സാധ്യമായ ഏറ്റവും നല്ല നിങ്ങൾ ചികിത്സ പറയുന്നതാണോ രോഗവും നിങ്ങൾ പറയുന്നതാണോ ചികിത്സ? നിങ്ങൾ 100 പേര് ചേർന്ന് നിന്ന് പറയുക ഇന്നാക്ക് ഇന്ന രോഗമാണ്, ആ ചികിത്സയാണ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞാൽ അതാണോ ചികിത്സ? അതാണോ രോഗം? അല്ലല്ലോ. കുറ്റബോധം ഉണ്ടാവേണ്ടത് ഉന്നയിക്കുന്നവർക്ക്. ഇത് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നവർക്കാണ് കുറ്റബോധം ഉണ്ടാകേണ്ടത്. ഒരു കുടുംബത്തെ അല്ലെ ഒരാളെ ഇങ്ങനെ വ്യക്തിപരമായ ആക്ഷേപം നടത്തിക്കൊണ്ട് നടക്കാൻ മനസാക്ഷി വരുന്നുണ്ടല്ലോ എന്ന് അവർ സ്വയം കുറ്റം ബോധിച്ചാൽ മതി, സ്വയം ആലോചിച്ചാൽ മതി. ഞങ്ങളെ ഓർത്ത് കരയണ്ട. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ മന്ത്രി പിണറായി വിജയന് വളരെ സ്വീകാര്യനാക്കുകയും അനുസ്മരണങ്ങൾക്കുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുന്നു. ഒരു ഭാഗത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ തുടരുകയും ചെയ്യുന്നു. എന്താണ് അതിലെ ചാണ്ടി ഉമ്മൻ്റെ സമീപനം? അല്ല, ഇപ്പം എന്ത് ചെയ്താലും ഞാൻ എന്താ പറയുക, ഞാൻ തൊടുന്നതെല്ലാം പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഫാദറിന് ചികിത്സ, ഇപ്പോൾ അതൊരു പ്രശ്നം പറഞ്ഞു. ഫാദറിൻ്റെ അനുസ്മരണം, അതൊരു പ്രശ്നം പറഞ്ഞു. എൻ്റെ പാർട്ടി തന്നെയാണ് അദ്ദേഹത്തെ എൻ്റെ ഫാദർ മരിച്ചതിൻ്റെ 3-ാം ദിവസം വിളിച്ച് അനുസ്മരണം നടത്തിയത്. ഞാനും അതല്ലേ ചെയ്തുള്ളൂ. ഇത് ആർക്കെത്ര പ്രശ്നം? അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഇന്നലെ കാർത്തികേയൻ സാറിൻ്റെ അനുസ്മരണമായിരുന്നു. അവിടെ ശ്രീ വിജയകുമാർ വന്നു, വിജയകുമാർ വന്നു. ആർക്കും പ്രശ്നമുണ്ടായിരുന്നു. പാർട്ടി തന്നെ ശ്രീ പിണറായി വിജയൻ എൻ്റെ ഫാദർ മരിച്ചു 3-ാം ദിവസം വിളിച്ചില്ലേ, അന്ന് പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി വന്ന് അവിടെ എത്രയും നേരം അതേ ഇരുന്നു. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി മുഖ്യ ശത്രുവല്ല, ഞങ്ങളുടെ മുഖ്യ ശത്രുവല്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ച് ആരെയും ഞങ്ങൾ ശത്രുവായി കരുതുന്നത് എൻ്റെ കാഴ്ചപ്പാടതാണ്. അതാണ് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഇന്നും മുഖ്യമന്ത്രിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നത്. അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. രാഷ്ട്രീയം മാറ്റിവെച്ചാൽ മുഖ്യമന്ത്രിയായി ചാണ്ടി ഉമ്മനുള്ള അടുപ്പം എന്താണ്? അല്ല, രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ അടുപ്പത്തിനൊരു കാരണമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ ആരോഗ്യസ്ഥിതി ഒക്കെ അദ്ദേഹം അന്വേഷിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട കാര്യമാണ്. അദ്ദേഹം പലതവണ അന്വേഷിച്ചു. അദ്ദേഹം വയ്യാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് അവിടം വരെ വന്ന് തിരിച്ച് ഹെലികോപ്റ്റർ എടുത്ത് പോയ ആളാണ്. അപ്പോൾ അങ്ങനെ ഫാദറിൻ്റെ ഒരു താല്പര്യമെന്നും അദ്ദേഹം വ്യക്തിപരമായി പുലർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ പോളിസി വൈസ് എതിർക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ മുഖ്യ ശത്രുവല്ല. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിലല്ല പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായത്, 4000 കിലോമീറ്റർ ഇന്ത്യ ഒട്ടുക്ക് നടന്ന യുവ നേതാവ് എന്ന നിലയിലാണ് എന്ന് പറഞ്ഞു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ലേബൽ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിൽ ഒരു ഘടകമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ MPU MLA ആയനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ 2009 തന്നെ ഏതെങ്കിലും സീറ്റിൽ നിന്ന് ഞാൻ മത്സരിച്ചേനെ. 2007 ഞാൻ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡൻ്റാണ്. 2008 ഞാൻ 6 സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡൻ്റാണ്. 7 ഞാൻ ജനറൽ സെക്രട്ടറിയാണ് NSUവിൻ്റെ നാഷണൽ കമ്മിറ്റി ഓഫീസ് ബെയർ. അപ്പോൾ അത് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് പറഞ്ഞ് മാത്രം 2009 ഞാൻ MP ആയി. അന്നോട്ട് ഇന്നുവരെ ഞാൻ MPU MLA ആയിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാർട്ടി ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടല്ല എനിക്ക് സീറ്റ് തന്നത്. പാർട്ടി തീരുമാനിച്ചു, ഞാൻ മത്സരിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ റിയൽ വേഴ്സസ് റീൽ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. അതിൽ റീലുകൾ പലതും പൊളിഞ്ഞു വീഴുന്നത് കാണുന്നു. അങ്ങനെ ഏറ്റുമുട്ടലായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും അവരുടേതായ രീതികൾ ശൈലിയുണ്ട്. ഞാൻ റീലിടാറുണ്ട്, ഞാനും വർക്ക് ചെയ്യാറുണ്ട്, അവരും വർക്ക് ചെയ്യാറുണ്ട്, അവരും റീലിടാറുണ്ട്. ഇപ്പം ഞാൻ റീലിടുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതുപ്പള്ളി ഫെസ്റ്റിന് എന്തുമാത്രം റീലിട്ടുണ്ട്. ഞാൻ ഡാൻസ് ചെയ്യുന്ന റീലാണ് മൊത്തം എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ റീലും ഉണ്ട്, എല്ലാവർക്കും അതാണ്. ഇപ്പം നമ്മളങ്ങനെ റിയൽ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ചാണ്ടി ഉമ്മനെ ഒരു റിയൽ ഫാക്ടറായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. റിയൽ യുഗം ഇനി അധികം ഉണ്ടാകില്ല എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, റീലുകളുടെ ആയിരിക്കുമല്ലോ ഇനി യുഗം. മൊത്തം AI അല്ലേ സാധനം വരുന്നത്.
അതുകൊണ്ട് ഇനി റീലും വേണം, റീലും ഇല്ലാതെ പറ്റത്തില്ല. രാഷ്ട്രീയത്തിൽ അല്ല, റീലും വേണം, രാഷ്ട്രീയത്തിൽ റീലും വേണം, റീലും വേണം. കാരണം ജനങ്ങൾ അറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് നോക്കുമ്പോൾ 15 സെക്കൻഡ് താഴെയുള്ള റീൽസാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ റീൽ യുവ ഇനി അങ്ങോട്ട്, കാരണം ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. ഇപ്പോൾ റീലുണ്ട്, റീലും ആവശ്യമാണ്, റിയൽ വർക്കും ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവിന് ഒരു വലിയ ഓളം സംസ്ഥാനത്ത് ഉണ്ടാക്കാനായി എന്ന് കരുതുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു യാത്ര ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത് ചരിത്രത്തിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റായി നിലനിൽക്കുകയാണ്. കാരണം പുതുപ്പള്ളിയിലൊക്കെ വലിയ ജനസാഗരമായിരുന്നു ഞങ്ങളുടെ പരിപാടിയൊക്കെ നടന്ന സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് വലിയ ജനരോഷം ഈ സർക്കാരിനെതിരെ ഉണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കാണും. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയായി വി ഡി സതീശൻ ഈ യാത്രയിലൂടെ മാറിക്കഴിഞ്ഞു. ഈ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു അതിൻ്റെ ഒരു ജനവികാരം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ യാത്രയാണ്. അത് വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് CM ഷിപ്പ് എന്നുള്ളത് പാർട്ടിയുടെ വേറൊരു ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവുന്നതാണ്. 4-5 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിൽ. മുഖ്യമന്ത്രി സ്ഥാനത്താകണം എന്ന് കാണാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിക്കുന്ന നേതാവാണ്. പാർട്ടി ആരെ തീരുമാനിക്കും അദ്ദേഹമാണ് എൻ്റെ നേതാവ്. ആരെ വേണം പാർട്ടി തീരുമാനിക്കും. എനിക്കൊരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ അതാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരാളെ തീരുമാനിച്ചാൽ അതിൽ ഫിക്സ് ചെയ്ത് അത് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ ഞാനൊരു ഒരാൾക്ക് വേണ്ടി ഞാൻ ലോബി ചെയ്യത്തില്ല. കാരണം അതിൽ ഘടകം പാർട്ടിയാണ് വരുന്നത്, പാർട്ടിയാണ് ഘടകം. കാരണം ഇവിടെ കോൺഗ്രസ് 10 വർഷമായിട്ട് ഇവിടെ ഇല്ല അധികാരത്തിൽ. അപ്പോൾ അടുത്ത കേരളത്തിൻ്റെ വികസനം തന്നെ തകർന്ന് തരിപ്പണമായി. ഇന്ന് വികസനമായി കാണിക്കുന്ന ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ ഒരു തുരങ്കം ബ്ലാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. കഴിഞ്ഞ വർഷം ഒരു PR വർക്ക് നടത്തി. എന്താണ് 10 വർഷം മുമ്പുള്ള ഗവൺമെൻറ് കഥയും ഇപ്പോഴത്തെ കഥയും. പക്ഷെ അതിനകത്തൊന്ന് മിസ് ചെയ്തു പോയി. വിഴിഞ്ഞത്തെക്കുറിച്ച് 10 വർഷം മുമ്പുള്ള പ്രതിപക്ഷം എന്ത് പറഞ്ഞു എന്ന് കൂടെ എഴുതി വെക്കണമായിരുന്നു. പക്ഷെ അതിൽ പറയുന്നുണ്ട് 45 മീറ്റർ ദേശീയപാത സാധ്യമാകില്ല എന്ന് പറഞ്ഞ ആളാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ ഞാൻ മരിച്ച ഒരാളെ പോലും വെറുതെ വിടത്തില്ല എന്നുള്ളതിന് തെളിവല്ലേ അത്? സീറ്റും സ്ഥാനങ്ങളും ഇപ്പോഴും കോൺഗ്രസിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണോ വിധിക്കപ്പെടുന്നത്? എനിക്ക് തോന്നുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൊരു ഘടകമാകുമോ? തോന്നുന്നില്ല. താങ്കളുടെ പിതാവ് ഏറ്റവും ശക്തനായ ഒരു ഗ്രൂപ്പിന്റെ സാരഥിയായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഗ്രൂപ്പിന്റെ സാരഥിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. താങ്കൾക്ക് ഗ്രൂപ്പുണ്ടോ? കോൺഗ്രസിന്റെ നേതാവായിരുന്നു. താങ്കൾക്ക് ഗ്രൂപ്പുണ്ടോ? എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിൽ മറ്റ് ഒരു ഗ്രൂപ്പ് കൂടി ശക്തമാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിന് കൂടുതൽ ആളുകൾ അതിനൊപ്പം എന്ന് പറയുന്നു. AICC സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. വെറുതെ നിങ്ങളിങ്ങനെ പറയുന്നതല്ലാതെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. ചാണ്ടി ഉമ്മൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ല. ഗ്രൂപ്പിന്റെ ഭാഗം. പക്ഷെ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഇപ്പം അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഗ്രൂപ്പിന്റെ ഒരു അതിപ്രസരം എന്തായാലും ഇല്ല. ഗ്രൂപ്പ് യോഗങ്ങളുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഗ്രൂപ്പ് യോഗം ഇല്ലാതെ അങ്ങനെ ഗ്രൂപ്പ് മീറ്റിംഗ് വരും, അല്ല ഗ്രൂപ്പ് വരും. ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് യോഗങ്ങൾ വേണ്ടേ? തമ്മിലടി വേണ്ടേ? പ്രശ്നങ്ങൾ വേണ്ടേ? അപ്പോൾ അതൊന്നും കേൾക്കുന്നില്ലല്ലോ. ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണോ ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ് ആണോ കൂടുതൽ ശക്തമായി നിൽക്കുന്നത്? ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന കോൺഗ്രസ് ആണ് ശക്തമായിട്ടുള്ളത്, ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇല്ലേലും. അപ്പോൾ അതിൽ അപ്പായോട് വിയോജിക്കുകയാണ്. അപ്പയോട് വിയോജിച്ചു. അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ വക്താവായിരുന്നു എന്ന് നിങ്ങൾ പറയും. അദ്ദേഹം കേരളത്തിന് മൊത്തം വക്താവായിരുന്നു. അത് യാഥാർത്ഥ്യമല്ലെന്ന് അറിഞ്ഞൂടെ? അതേ കേരളത്തിന് മൊത്തം വക്താവായിരുന്നു. കേരളത്തിന് വേണ്ടിയാണ് ജീവിതകാലം മൊത്തം ചെലവഴിച്ചത്. ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ് ആണ് ശക്തം. അപ്പോൾ ഗ്രൂപ്പ് ഉള്ളതാണെങ്കിലും ഗ്രൂപ്പ് ഇല്ലാത്തതാണെങ്കിലും ജനവിശ്വാസം അർപ്പിക്കുന്ന കോൺഗ്രസ് ആണ് ശക്തം. എന്തായാലും ഭൂരിപക്ഷം ഉയർത്താൻ ലക്ഷ്യമിട്ട് പുതുപ്പള്ളിയിൽ ഇറങ്ങുന്ന ചാണ്ടി ഉമ്മൻ എല്ലാവിധ ആശംസകളും. താങ്ക് യു.